എൻ്റെ അച്ഛനുള്ളപ്പോൾ ഞങ്ങൾ എല്ലാ ഒഴിവു ദിവസങ്ങൾ വരുമ്പോഴും എവിടേക്കെങ്കിലും ഒന്ന് നടക്കാൻ ഇറങ്ങുമായിരുന്നു. അതിൽ പ്രധാന ഇഷ്ടം തോന്നാറ് ബീച്ചിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ആഗ്രഹം അമ്മയോട് പറഞ്ഞു. എന്നാണ് നമുക്ക് പോകണമെന്ന് വെച്ചാൽ പോകാം എന്ന് പറഞ്ഞു. അപ്രകാരം കഴിഞ്ഞ ഒരു ദിവസം പോകുവാൻ തീരുമാനിച്ചു. സാധാരണ അച്ഛനുള്ളപ്പോൾ പോകാറ് പൊന്നാനി, കൂട്ടായി എന്നിവിടേക്കാണ്. അച്ഛൻ്റെ കൂടെ ഞാൻ പോയിട്ടുള്ളത് വാഹനം വിളിച്ചാണ്. പക്ഷേ അമ്മ പറഞ്ഞു, നമ്മൾക്ക് ഇപ്രാവശ്യം കൂട്ടായിലേക്ക് ബസ്സിൽ പോകാം. അങ്ങനെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കാം. അപ്പോൾ തിരൂർ സ്റ്റാൻഡിലേക്ക് നീ വന്നാൽ മതി. അപ്രകാരം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ബസ് കയറി തിരൂർ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്നും ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു, ഉഴുന്നുവടയും കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ കൂട്ടായി ബീച്ചിലേക്കുള്ള യാത്ര ബസ്സിൽ ആരംഭിച്ചു. ഇറങ്ങേണ്ട സ്റ്റോപ്പൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ബസ്സിലെ കണ്ടക്ടറോട് പറഞ്ഞു, ബീച്ചിലേക്കുള്ള സ്റ്റോപ്പിൽ ഇറക്കണം. അങ്ങനെ കൂട്ടായിലുള്ള പടിഞ്ഞാറക്കര ബീച്ചിൽ ഇറങ്ങി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം മരങ്ങളാൽ നിബിഡമായ ഒരു സ്ഥലത്തിൻ്റെ മുൻഭാഗത്ത് ഇരിക്കാനുള്ള ചെറിയ സിമൻറ്റ് പതിലുണ്ട്. ഞങ്ങൾ അതിൽ ഇരിക്കുമ്പോൾ കടല വേണോ എന്ന് ചോദിച്ചൊരു കുട്ടി ഞങ്ങളുടെ അടുത്ത് വന്നു. അവനിൽ ഞങ്ങൾക്ക് 2 പൊതിക്കടല കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നടന്നു ഇറങ്ങി അവിടെ ഒരു സ്റ്റാൻഡിൽ നിന്ന് 2 ഐസ്ക്രീമും വാങ്ങി കഴിച്ചു. അതിനുശേഷം കടൽക്കരയിൽ പോയി ഇരുന്ന് കടലിൻ്റെ ഇരുമ്പലകളും തിരമാലകളുടെ വരവും തിരിച്ചു പോകുന്ന കണ്ട് ആസ്വദിച്ചു. കുറച്ചു നേരം അവിടെ അങ്ങ് ഇരുന്നു പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി എൻ്റെ കൂടെ എൻ്റെ അച്ഛനില്ലല്ലോ എന്നൊരു വിഷമം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. എങ്കിലും അതൊന്നും ഞാൻ പുറത്ത് കാണിക്കാതെ ഓരോ കാഴ്ചകൾ കണ്ടു. വിഷമം ഞാൻ അമ്മയോട് പറഞ്ഞാൽ അത് അമ്മയെ ബാധിക്കും. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് കമ്പം കനലിൽ തൊടുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് കമ്പം തന്നണം. അങ്ങനെ അമ്മ പറഞ്ഞു. കമ്പം വാങ്ങി കഴിച്ചു. പിന്നീട് കടലിൽ നിന്ന് ഇറങ്ങി നടക്കാനായി ഒരു ആഗ്രഹം. പക്ഷേ അമ്മയ്ക്ക് പേടിയാണ് എന്നെ തനിയെ വെള്ളത്തിൽ ഇറക്കാനായിട്ട്. അതുകൊണ്ട് അമ്മയുടെ കൈ പിടിച്ച് ഞാനൊന്ന് ഇറങ്ങി. നല്ല രസം തോന്നി. കൂടുതൽ നേരം അതിൽ ഇറങ്ങി കളിക്കണമെന്ന് തോന്നി. പക്ഷേ അതിനുള്ള സമയം കഴിഞ്ഞിരുന്നു. ചന്ദ്രൻ ആകാശത്ത് മുഖം കാണിക്കാൻ തുടങ്ങി. ഞങ്ങൾ 2 പേരും തിരിച്ചു നടന്നു. അങ്ങനെ വീണ്ടും വന്ന വഴിക്ക് തന്നെ ബസ്സിൽ തിരൂരിലെത്തി. പിന്നെ വീട്ടിലെത്തുമ്പോൾ രാത്രി 8 മണി ആയിരുന്നു. അങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കാനായി ഒരു ബീച്ച് യാത്ര കൂടി നടത്തി. താങ്ക് യു.